ഹലോ, ഞാൻ ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയും പിന്നെ ബാക്കി ഈ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പൊരിച്ചെടുക്കണ നിർബന്ധമൊന്നുമില്ല. മസാലകളൊക്കെ ചേർത്തതിന് ശേഷം പൊരിച്ചാലും മതി. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. തക്കാളി വെന്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം പൊരിച്ച് വെച്ചിട്ടുള്ള ഈ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇത് പത്തിരിയിലേക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.